ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തുനിന്നും ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ ശിവദാസൻ, ഈ രണ്ട് സുധാകരന്മാരും, ജി സുധാകരനാരും കെ സുധാകരനാരും രണ്ടുപേരെയും കൈകാര്യം ചെയ്യുക അവരുടെ പാർട്ടികൾക്ക് അത്ര എളുപ്പമല്ല. ഇപ്പോൾ രണ്ടുപേരും രണ്ട് പാർട്ടികളെയും വെല്ലുവിളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താവും ഇരുവരുടെയും ഭാവി? നമസ്കാരം. ആദ്യം നമുക്ക് ജി സുധാകരൻ സാറിന്റെ കാര്യം എടുക്കാം. ശരി. കാരണം അദ്ദേഹത്തിന് ഇന്നലെ പറഞ്ഞ വിഷയം, MLA സ്ഥാനം കൊടുത്തു, മന്ത്രിസ്ഥാനം കൊടുത്തു, നല്ല പ്രവർത്തകനായി, ഒരു അഴിമതി കറ പോലും പെടാത്ത ഏക വ്യക്തി നേതാവ് ജി സുധാകരൻ സാർ തന്നെയാണ്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം, ഗൗരിയമ്മ രാജിവെച്ചു പോയി, ഗദ്യ സിംഗം MP രാഘവൻ രാജിവെച്ചു പോയി, പാർട്ടി വിട്ടുപോയി. ആ സമയത്തൊന്നും പാർട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ. അന്നത്തെ CPM നേതൃത്വം കൊടുക്കാൻ ഓരോ അതായത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയാലും ബ്ലോക്ക് ജില്ലാ വരെ നല്ല നേതാക്കന്മാരായിരുന്നു. CPM നല്ല നേതാക്കന്മാരായിരുന്നു, കറവറാത്ത നേതാക്കന്മാരായിരുന്നു, ശുദ്ധമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അവർ പയറ്റിയെടുത്തു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ അവസ്ഥ. ഇന്ന് ഒരുപാട് പുറകിലേക്ക് പോയി കഴിഞ്ഞു. സുധാകരൻ മാറിയത് കൊണ്ട് ജി സുധാകരൻ സഖാവ് മാറിപ്പോയത് CPM അരി തന്നെയാണ്. അത് സംശയമൊന്നും വേണ്ട. അതിന് ജനങ്ങള് കുറെ അണികൾ പ്രതികരിക്കും എന്ന് പറയുന്നില്ല, പക്ഷെ അത് ഒരു തകർച്ച തന്നെയാണ്. പക്ഷെ അദ്ദേഹം ചെയ്യേണ്ട കാര്യം, 75 വയസ്സായ സമയത്ത് മാറി നിൽക്കണം. അത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് പിണറായി വിജയൻ കയറി വീണ്ടും മൂന്നാമതായിട്ട് കയറി വരുന്നു, ഇന്ന് അവസരം കൊടുക്കുന്നു? അപ്പൊ ഈ CPM മാറിനല്ലേ ഈ പിണറായി വിജയന് മാത്രം അദ്ദേഹത്തിന് എന്താ കൊമ്പുള്ളത്? അദ്ദേഹം സാധാരണ CPM മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. സാധാരണ മെമ്പർഷിപ്പ് CPM പിണറായി വിജയനും ഉണ്ടാവൂ, എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. അത് അദ്ദേഹത്തിന് മാറ്റി നിർത്തുകയാണെങ്കിൽ എവരെയും മാറ്റി നിർത്തണം. അദ്ദേഹം സീറ്റ് കൊടുക്കണമെങ്കിൽ സീറ്റ് കൊടുക്കണം. പിന്നെ കെ സുധാകരൻ സാർ എന്റെ നേതാവ്, കണ്ണൂരിൽ പയറ്റി വന്ന അദ്ദേഹം തന്നെയാണ്. കോൺഗ്രസിൽ അദ്ദേഹത്തിന് എല്ലാ സ്ഥാനവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒരു നെറിയേട് കാണിച്ചിട്ടുണ്ട്, നീതികേട്. എന്തെന്ന് കേട്ടാല് KPCC പ്രസിഡന്റ് സാറിൽ നിന്ന് മാറ്റേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം, ഈ നിയമസഭ തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിനെ മാറ്റാമായിരുന്നു. അതൊന്നും ഇതിൽ ചാടിക്കയറി മാറ്റാൻ അദ്ദേഹത്തിന് ആരോഗ്യം കുറവാണെന്ന് കാണിച്ചത് കോൺഗ്രസിനകത്തുള്ള റാമ, കഥകളി, ഭരതനാട്യം, നാടകം എന്ന് നമ്മളെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ നേതാക്കന്മാരെ ഉണ്ട്. എനിക്കാവണം. ഞാൻ കേൾക്കട്ടെ പൊതുവേദിയിൽ എല്ലാവരും കോൺഗ്രസ് കേൾക്കേണ്ട കാര്യമാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഇപ്പൊ VD സതീശൻ കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നില്ലെങ്കിൽ ഇന്ന് കോൺഗ്രസിന് എന്ത് അടിസ്ഥാനം പ്രവർത്തിക്കാൻ ചാൻസ് വരും? ഇന്ന് ഈ രമേശ് ചെന്നിത്തല, ഈ നമ്മളെ പൈപ്പ് മന്ത്രി രാജിവെച്ച്, ഗംഗാധരൻ മന്ത്രി രാജിവെച്ച് പോയില്ലെങ്കിൽ ഈ രമേശ് ചെന്നിത്തല ഈ ചരിത്രത്തിൽ കാണുമായിരുന്നു. ഈ രാഷ്ട്രീയത്തിന് ഒരു ചിത്രത്തിലും കാണൂല. കൊച്ചുപ്രായത്തിലാണ് അദ്ദേഹം MLA ആയതും മന്ത്രിയായതും. ഗംഗാധരൻ പൈപ്പ് മന്ത്രി രാജിവെച്ചപ്പോഴാണ് അന്ന് കരുണാകരൻ അദ്ദേഹത്തിനെ പിടിച്ച് മന്ത്രിസ്ഥാനം കൊടുത്തത്. അതേപോലെ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.